സ്കിന്നിന് ഒരു ഗ്ലോ, ഒരു ഡൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ജെല്ലാണ് ഈ ഒരു സൺസ്ക്രീൻ. ഇത് ഡാം ഡോക്കിൻ്റെ സൺ പ്രൊട്ടക്ഷൻ ജെൽ ക്രീമാണ്. ഇതിനകത്ത് SPF 50 അതുപോലെ തന്നെ PA+++ അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ജെൽ ക്രീമാണെന്ന്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ, ഒരു ഡൂയി ഫിനിഷ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ജെൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഒരു ഗ്ലോ അതുപോലെ തന്നെ ആ ഒരു ഡൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ മെയിനായിട്ടും നോർമൽ ടു ഡ്രൈ സ്കിന്നിന് തന്നെയായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക. ഓയിലി സ്കിന്നിന് അത്ര സ്യൂട്ടബിൾ അല്ല. ഇതിനകത്ത് ജെൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ ജെൽ ക്രീം എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത്ര ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയോ ക്രീമോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് കുറച്ചൊരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ഫേസിനൊരു ഡൂയി ഫിനിഷും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീനാണ്. നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അത്രയും ഇതായിട്ട് തോന്നാത്തത്. ജെൽ ക്രീം നോർമലി ജെൽ കൺസിസ്റ്റൻസിയിലുള്ള ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസിയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹെവിനെസ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത്ര ലൈറ്റ് വെയിറ്റ് അല്ല, ചെറിയൊരു ഹെവിനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. പിന്നെ ഇത് മെയിനായിട്ടും നന്നായിട്ടുണ്ടാവുക ഡ്രൈ സ്കിന്നാണ്. നോർമൽ സ്കിൻ, നിങ്ങൾ പിമ്പിൾസ് ഒന്നും വരാത്ത സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. പിന്നെ ഇത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇതിനാണ് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ക്രീം വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ജെല്ലായിട്ട് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യത്തില്ല. കുറച്ചൊരു കട്ടിയുള്ള ഒരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴുള്ളത്. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈം എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബ്ലെൻഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കുറച്ചൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്യും. ഇതായിട്ടൊരു ഓയിൽനെസ് പോലെ നമുക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. പക്ഷെ അത് ഭയങ്കര ഒരു ഓയിൽനെസ് അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഗ്ലോ അങ്ങനെ തന്നെ നിൽക്കും. നമ്മുടെ ഫേസ് കൂടുതൽ ഓയിലി ആവുക അല്ലെങ്കിൽ കുറേ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഓയിൽ അപ്ലൈ ചെയ്ത് ആ ഒരു ഫീലൊന്നും തോന്നത്തില്ല. അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്രീമാണ്. കുറച്ചൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വേണം, ആ ഒരു ഒട്ടും ഫേസ് ഡ്രൈ ആയിരിക്കുന്ന പോലെ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീനാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഡൂയി ഫിനിഷുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഗ്ലോ തരുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഒരു ഡള്ളായിട്ട് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഫീൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചൊരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിനെസ് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതല്ലാതെ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ഒരു ഗ്ലോ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഡള്ളാക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ നോർമൽ ആണ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ പറ്റിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. സ്കിൻ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഡൾനെസ്സോ അല്ലെങ്കിൽ ഓയിൽനെസ്സോ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.